Hi all, welcome. Simplex table ഉപയോഗിച്ച് linear programming problem എങ്ങനെ solve ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. So first step അതിനു മുന്നേ question ഒന്ന് explain ചെയ്യട്ടെ. Question maximize z is equal to 5x1 plus 3x2 subjected to constraints x1 plus x2 less than or equal to 2, 5x1 plus 2x2 less than or equal to 10, 3x1 plus 8x2 less than or equal to 12, x1 comma x2 greater than or equal to 0. So നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ z is equal to 5x1 plus 3x2 ആണ്. Subjected to the constraints, ഇതൊക്കെയാണ് constraints x1 plus x2 less than or equal to 2, 5x1 plus 2x2 less than or equal to 10, 3x1 plus 8x2 less than or equal to 12. So ഈ constraints, ഈ പറയുന്ന constraints നിർത്തിക്കൊണ്ട് നമുക്ക് ഈ z എന്ന് പറയുന്ന ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ ഇനീക്വേഷൻസിനെ, ഈ കൺസ്ട്രെയിൻസ് എല്ലാം ഇപ്പൊ ഇനീക്വേഷൻസ് ആയിട്ടല്ലേ കിടക്കുന്നത്, ഇതെല്ലാം കൺസ്ട്രെയിൻസ് ആണ്. ഈ കൺസ്ട്രെയിൻസ് എല്ലാം ഇനീക്വേഷൻ ഫോമിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇനീക്വാളിറ്റിയിലാണ്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാണ് ഇതെല്ലാം കിടക്കുന്നത് അല്ലെ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഇനീക്വാളിറ്റീസിനെ എല്ലാം ഇക്വേഷൻസ് ആക്കി മാറ്റണം, അതായത് ഈസിക്കൽ ടു സൈൻ വരുന്ന ഫോമിലേക്ക് മാറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, കൺവേർട്ട് ടു ഇക്വേഷൻ. സോ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതിനർത്ഥം എന്താണ്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തിന്റെയോ ഒന്നിന്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിപ്പോയത് അല്ലെ. ഞാൻ അസ്യൂം ചെയ്യാണ് ആ കുറവ് s1 എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ആണ്. ഓക്കെ, ഈ s1 എന്ന് പറയുന്ന വേരിയബിൾ കാരണമാണ് ഇത് ഇനീക്വേഷൻ ആയിപ്പോയത്. അപ്പൊ s1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ആവത്തില്ലേ. സോ ഇങ്ങനെയാണ് ആ ഇനീക്വാളിറ്റിയെ ഇക്വേഷൻ ആക്കി മാറ്റുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. 5x1 plus 2x2 again less than or equal to 10 ആണ്. അവിടെയും എന്തിന്റെയോ ഒരു കുറവുണ്ട്, ഏതോ ഒരു നമ്പറിന്റെ ഒരു കുറവുണ്ട്. ബട്ട് അത് s1 തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല അല്ലെ, കാരണം രണ്ട് ഇനീക്വേഷൻ അല്ലേ. ഞാൻ അസ്യൂം ചെയ്യാണ് ആ ഇക്വേഷനിലുള്ള കുറവ് s2-ന്റേതാണ്, which is equal to 10. Likewise 3x1 plus 8x2 less than or equal to 12. മനസ്സിലായി എന്ന് കരുതുന്നു, ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ആഡ് ചെയ്ത s1 s2 s3 ഇല്ലേ, സോറി, ഞാനവിടെ ആഡ് ചെയ്തപ്പോഴത്തേന് s3 ആഡ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ആ ഇനീക്വേഷനെ ഇക്വേഷൻ ആക്കിയപ്പോൾ s3 ആഡ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പൊ നമ്മളുടെ കണ്ടീഷൻ. ഇനി ഇതിനകത്ത് s1 s2 s3 ഇവയെ പറയുന്ന പേരാണ് സ്ലാക്ക് വേരിയബിൾ. ഒരു വേരിയബിൾ ആണ്, ഈ വേരിയബിളിനെ പറയുന്ന പേരാണ് സ്ലാക്ക് വേരിയബിൾ എന്നാണ് ഈ വേരിയബിൾസിനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇപ്പൊ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. അതെങ്ങനെ മാറ്റുന്നത് നോക്കാം. x1 plus x2 plus s1. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ ഇക്വേഷനിൽ s2ഓ s3ഓ ഇല്ല. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസും ഇക്വേഷനിൽ ഉണ്ടാവണം. സോ ഈ ഇക്വേഷനിൽ s2ഓ s3ഓ ഇല്ല. സോ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ചുമ്മാ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, ആഡ് ചെയ്യുന്നത് 0 ആയിരിക്കണം. അത് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ 0s2 ആഡ് ചെയ്ത് കൊടുത്തു, പ്ലസ് 0s2 2. നമ്മളടുത്ത് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ഫോം ആയോ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോം ആയി. കാരണം എന്താണ്, s1 s2 s3 വന്നു. എന്നാൽ ഈ ഇക്വേഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ചേഞ്ചും ഇല്ല, കാരണം 0 ടൈംസ് s2 ആണ് ആഡ് ചെയ്തേക്കുന്നത്, 0 ടൈം s3 ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ലൈക്ക്വൈസ് 5x1 plus 2x2 പ്ലസ്, അവിടെ s1 ആണ് ഇല്ലാത്തത് അല്ലെ, അപ്പൊ s1 ഞാൻ 0s1 കൊടുത്തു. 0 തന്നെ അല്ലേ, 0s1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. പ്ലസ് s2 അതേപോലെ എഴുതി, s3 ഇല്ലാത്തതുകൊണ്ട് 0 ടൈംസ് s3 കൊടുത്തു, ഇറ്റ് വിൽ ബി 10. അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. 3x1 plus 8x2 plus 0 ടൈംസ് s1 plus 0 ടൈംസ് s2. കാരണം അവിടെ s1 s2 ഇല്ല,
അത് ഞാൻ 0 ടൈംസ് S1 എന്നും 0 ടൈംസ് S2 എന്നും കൊടുത്തു. പ്ലസ് S3 ഈസ് ഈക്വൽ ടു 12. സോ ഇതാണ് നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ്. മനസ്സിലായി എന്ന് കരുതുന്നു. സ്റ്റാൻഡേർഡ് ഫോമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. മെട്രിക്സ് ഫോമിൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യണം. സോ അടുത്തത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. മെട്രിക്സ് റെപ്രസെന്റേഷൻ. ഓക്കെ. സോ ഈ ഇക്വേഷനിൽ x1 ഉണ്ടല്ലേ. സോ ഞാൻ ആദ്യം x1 കൊടുത്തു. x2 ഉണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തത് x2. 1 മിനിറ്റ്, മൈ മിസ്റ്റേക്ക്. അടുത്തത് ഞാൻ x2 കൊടുത്തു. ഓക്കെ. അതിനുശേഷം ഞാൻ ഇവിടെ S1 അല്ലേ ഉള്ളത്. സോ S1 കൊടുത്തു. അതിനുശേഷം S2 കൊടുത്തു. മനസ്സിലായെന്ന് കരുതുന്നു. ഇതിനകത്തുള്ള എല്ലാ വേരിയബിൾസും ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ. ഇനി ഞാൻ മെട്രിക്സ് ഫോം പറയാൻ പോവുകയാണ്. ഇനി സ്റ്റാൻഡേർഡ് ഫോം നോക്കിയിട്ടാണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ x1 x2 s1 s2 s3 ആ കണ്ടീഷനിലല്ലേ കിടന്നത്. ഞാൻ അതിൽ കോഎഫിഷ്യൻസ് മാത്രം എഴുതുകയാണ്. 1 x1ന്റെ കോഎഫിഷ്യന്റ് 1, x2ന്റെ കോഎഫിഷ്യന്റ് 1, s1ന്റെ കോഎഫിഷ്യന്റ് 1, s2 0, s3 കൂടി ഇല്ലേ, s3 0. ലൈക്ക്വൈസ് സെക്കൻഡ് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 5 2 0 1 0. തേർഡ് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 3 8 0 0 1. സോ ഇതാണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ. മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയതിനെ മെട്രിക്സ് ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് 2 10 12 അല്ലെ. റൈറ്റ് ഹാൻഡ് സൈഡ് 2 10 12. ഇതിനെ ഞാൻ XB എന്ന പേരിട്ട് വിളിച്ചു. XB. മനസ്സിലായെന്ന് കരുതുന്നു. മെട്രിക്സ് റെപ്രസെന്റേഷൻ. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് CJ മെട്രിക്സിനെ കണ്ടെത്തുകയാണ്. CJ മെട്രിക്സ് അല്ലെങ്കിൽ CJ കണ്ടെത്തുക. CJ ഒരു വെക്ടർ ആണ്. സോ CJ വെക്ടർ എന്ന് പറഞ്ഞാലും മതി. CJ കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കണം. ഏതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? മാക്സിമൈസ് z is equal to 5x1 plus 3x2. അതിനെ എടുക്കുക. സോ z is equal to ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കുകയാണ് 5x1 plus 3x2. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഓക്കെ. സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷനിൽ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന എല്ലാ വേരിയബിൾസും വരണം. അതായത് S1 S2 S3 കൂടെ വരണം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ. അതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം? 0 S1 plus 0 S2 plus 0 S3. ഈ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഇങ്ങനെ വരും. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് CJ വാല്യൂസ് എഴുതി വെക്കാം. CJ വാല്യൂസ് എഴുതി വെക്കാം. CJ വാല്യൂസ് കോഎഫിഷ്യൻസ് ആണ് 5 3 0 0 0. കോഎഫിഷ്യൻസ് എടുത്ത് എഴുതി വെച്ചു CJ വാല്യൂ. സോ ഇത്രയും കാര്യങ്ങൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പായ സിംപ്ലക്സ് ടേബിളിലേക്ക് പോവാം. ഓക്കെ. ഞാൻ സിംപ്ലക്സ് ടേബിളിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഹെഡിങ് സിംപ്ലക്സ് ടേബിൾ. ഓക്കെ. സിംപ്ലക്സ് ടേബിളിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് B എന്നൊരു സാധനം വേണം. B എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് ബേസിക് വേരിയബിൾ എന്നാണ്. ഓക്കെ. B എന്ന് പറഞ്ഞാൽ ബേസിക് വേരിയബിൾ ആണ്. ഓക്കെ. അതിനുശേഷം ബേസിക് വേരിയബിളിന് ശേഷം നമുക്ക് വേണ്ടത് CB ആണ്. CB എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ആണ്. ഓക്കെ. അതിനുശേഷം നമുക്ക് വേണ്ടത്, ഇപ്പൊ നമുക്ക് ബേസിക് വേരിയബിളുമായി കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിളുമായി. അതിനുശേഷം നമുക്ക് വേണ്ടത് XB ആണ്. ഈ XB തന്നെയാണ്. XB വേണം നമുക്ക്. അതിനുശേഷം നമുക്ക് വേണ്ടത് X1 ആണ്. ഓക്കെ. അതിനുശേഷം വേണ്ടത് X2. അതിനുശേഷം വേണ്ടത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതാം, കാരണം കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട്. സോ ഒരു മിനിമം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഒരു മിനിമം ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എഴുതാം. X2 അതേപോലെ S1 S2
S3. ഇപ്പൊ ഞാൻ ആ ഇക്വേഷൻസിലുള്ള എല്ലാ വേരിയബിൾസും എടുത്ത് എഴുതി അല്ലെ. x1 എഴുതി, x2 എഴുതി, s1, s2, s3. സോ ഈ വേരിയബിൾസ് എടുത്ത് എഴുതുക. ഞാനൊന്ന് ലൈൻ ഇട്ടെ. സോ ഞാനിപ്പം ഇതെല്ലാം ഒന്ന് ലൈൻ ഇട്ടു. ഇതൊരു ടേബിൾ ഫോമിലാക്കിയിട്ടുണ്ട്. ഈ ടേബിളിന് പറയുന്ന പേരാണ് സിംപ്ലക്സ് ടേബിൾ. ഞാനൊന്നുകൂടെ പറയാം. ആദ്യം ബി ബേസിക് വേരിയബിളും കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾ ബിയും സി ബിയും എഴുതി. അതിനുശേഷം ഞാൻ എക്സ് പി എഴുതി. എക്സ് പി എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഈ സൈഡിൽ കിടന്ന സാധനം, അതാണ് എക്സ് പി. എക്സ് പി എഴുതി. അതിനുശേഷം x1, x2, s1, s2, s3 അതാ ഒരു ഓർഡറിൽ എഴുതി. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി നമ്പേഴ്സ് എൻട്രി ചെയ്യാം. സോ ആദ്യം വേണ്ടത് ബേസിക് വേരിയബിൾ ആണ്. ബേസിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ CJ മെട്രിക്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ, സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത സ്ലാക്ക് വേരിയബിൾസ് ആണ്. സോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത സ്ലാക്ക് വേരിയബിൾസ് ഏതൊക്കെയാണ്? S1, S2, S3 അല്ലേ? S1, S2, S3 ഇവ മൂന്നുമാണ് നമ്മളുടെ സ്ലാക്ക് വേരിയബിൾസ്, അല്ലെങ്കിൽ ഇവിടെ ഇനി മുതൽ ബേസിക് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ബേസിക് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ്, ആ കോഎഫിഷ്യൻസ് നമ്മൾ എപ്പോഴും ഈ സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഇസഡിൽ നിന്ന് വേണം എഴുതാൻ. S1ന്റെ കോഎഫിഷ്യന്റ് 0 അല്ലേ? ഇസഡിൽ 0 ആണ്. S2ന്റെതും 0 അല്ലേ? S3യുടെതും 0 അല്ലേ? 0. സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇസഡ് വാല്യൂസ് വേണം എഴുതാൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസിക് വേരിയബിളും കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിളും, ഈ രണ്ട് സാധനങ്ങളെ ആദ്യം കിടക്കുന്ന രണ്ട് സാധനങ്ങൾ ബിയും സി ബിയും, ഇത് രണ്ടും എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്ന് വേണം എഴുതാൻ. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ചെക്ക് ചെയ്യുക. അതിനകത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് വേണം ബേസിക് വേരിയബിളും കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിളും എഴുതാൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സ് ബി, x1, x2, s1, s2, s3 ആ സാധനങ്ങളല്ലേ വേണ്ടത്. ഒന്നും വേണ്ട, ഈ മാട്രിക്സ് ഒന്ന് നോക്കുക. എക്സ് ബിയുടെ വാല്യൂ എത്രയൊക്കെയാണ്? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം മനസ്സിലാവാൻ വേണ്ടി. എക്സ് ബിയുടെ വാല്യൂ എത്രയൊക്കെയാണ്? 2, 10, 12 അല്ലേ? സോ എക്സ് ബിയുടെ വാല്യൂ ഇട്ടുക 2, 10, 12. മനസ്സിലായെന്ന് കരുതുന്നു. അതിനുശേഷം x1, x2, s1, s2, s3 അതല്ലേ വേണ്ടത്. ഈ ഓർഡറിൽ അങ്ങ് എഴുതുക. അപ്പൊ എങ്ങനെ വരും? 1, 1, 1, മൈ മിസ്റ്റേക്ക്, 1, 1, 1 ശരിയാണ്, 0, 0. അടുത്തത് 5, 2, 0, 1, 0. Likewise 3, 8, 0, 0, 1. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഈ ഓർഡറിൽ അങ്ങ് എഴുതി. x1ഉം x2ഉം s1ഉം s2ഉം s3 ഈ ഒരു ഓർഡറിൽ നേരത്തെ എഴുതിയേക്കാണ് ചെയ്തത്. ഇതേ മെട്രിക്സ് അതേപോലെ എടുത്ത് ടേബിളിൽ റെപ്രസെന്റ് ചെയ്യാണ് ഞാൻ ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ വെച്ചൊന്ന് എൻഡ് ചെയ്യണം. സോ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. സ്കെയിൽ ഉപയോഗിക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഇനി എക്സ് ബിയുടെ തൊട്ട് താഴെ ZJ എഴുതുക. ZJ മെട്രിക്സ്. ഇനി ശ്രദ്ധിക്കുക, ZJ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ZJ എഴുതാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. 1 minute, ചേഞ്ച് ദ കളർ. ഓക്കെ, ഇവിടെ ബി എന്ന വേരിയബിൾ ഉണ്ട്, സി ബി ഉണ്ട്, എക്സ് ബി ഉണ്ട്, x1 ഉണ്ട്. സോ വേരിയബിൾസ് എല്ലാം ഉണ്ട്. ഇനി ZJ എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സി ബി ഉണ്ടോ, കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾ സി ബി. ഈ സി ബിയിലെ 0നെ കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 0 into 1 പ്ലസ് ഇടുക. പിന്നെ ഈ സി ബിയിലെ 0 ഇല്ലേ, സി ബിയിലെ അടുത്ത 0, ഈ 0നെ കൊണ്ട് ഈ 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 0 into 5. ലൈക്ക്വൈസ് ഈ 0 കൊണ്ട് ഈ 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 0 into 3. ഇതാണ് ZJ വാല്യൂ. അപ്പോൾ എങ്ങനെ വരും? 0 into 1 plus 0 into 5 plus 0 into 3. This will be 0. മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ആ x2 എഴുതുന്നതും കൂടെ നോക്ക്. x2ന്റെ താഴെയുള്ള ZJ എഴുതുന്നതും കൂടെ നോക്ക്. അപ്പോഴത്തേനും അത് ക്ലിയർ ആവും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക.
ഈ 0 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 0 ഇൻറ്റു 1 പ്ലസ് ഈ 0 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 0 ഇൻറ്റു 2 പ്ലസ് ഈ 0 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഇൻറ്റു 8. Then this will be 0. Likewise, ഈ 0 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. 0 കൊണ്ട് 0 മൾട്ടിപ്ലൈ ചെയ്യുക. 0 കൊണ്ട് 0 മൾട്ടിപ്ലൈ ചെയ്യുക. Again you will be getting 0. Likewise, ഇതെല്ലാം 0 തന്നെ വരും. സോ നമുക്ക് ZJ കിട്ടി. സംശയമില്ലല്ലോ ZJ. ഇനി ഇതിന്റെ തൊട്ട് താഴെയായിട്ട് CJ എഴുതുക. CJ. ഇതിന്റെ തൊട്ട് താഴെയായി CJ എഴുതുക. CJ എഴുതാൻ ഒന്നുമില്ല. CJ നമ്മൾ നേരത്തെ കണ്ടെത്തി. CJ മെട്രിക്സ് നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 53000 ആണ് CJ. സോ അതിന്റെ താഴെയായിട്ട് 53000 അതേപോലെ എഴുതുക. ഓക്കെ. ഇനി ZJയുടെയും CJയുടെയും താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഡെൽറ്റ ജെ എഴുതുക. ഡെൽറ്റ ജെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ZJ മൈനസ് CJ ആണ് ഡെൽറ്റ ജെ. അതായത് ZJ ന്ന് CJ സബ്ട്രാക്ട് ചെയ്യുക. വളരെ ഈസിയാണ്. ഇവിടുത്തെ ZJ 0 ആണ്, ഇവിടുത്തെ CJ 5 ആണ്. 0 മൈനസ് 5 which is മൈനസ് 5. Likewise 0 മൈനസ് 3 എത്ര വരും? മൈനസ് 3. 0 മൈനസ് 0 0, 0 മൈനസ് 0 0, 0 മൈനസ് 0 0. സോ ഇങ്ങനെയാണ് ഡെൽറ്റ ജെ വാല്യൂസ് എഴുതുന്നത്. ഡെൽറ്റ ജെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അഗൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ. ഇനി നോക്കുക, ഈ ഡെൽറ്റ ജെ നമുക്കിപ്പോ ഡെൽറ്റ ജെ കിട്ടി -5 -3 000 എന്ന് ഡെൽറ്റ ജെ വാല്യൂ കിട്ടി. ഇനി നോക്കുക, ഈ ഡെൽറ്റ ജെയിൽ എവിടെയെങ്കിലും നെഗറ്റീവ് സൈൻ ഉണ്ടോ എന്ന് നോക്കുക. ഡെൽറ്റ ജെയിൽ നെഗറ്റീവ് സൈൻ ഉണ്ടോ എന്ന് നോക്കുക. ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ. ഡെൽറ്റ ജെയിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. എവിടെ നെഗറ്റീവ് സൈൻ? ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ 3യുടെ അടുത്ത് നെഗറ്റീവ് സൈൻ ഉണ്ട്, 5ന്റെ അടുത്ത് നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ, എങ്ങനെയാണെന്ന് ഓർത്തിരിക്കാം, ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ, ആ നമ്പറിന്റെ അടുത്തുനിന്ന് അകത്തേക്ക് ഒരു ആരോ ഇടുക. ഓക്കെ. Now onwards, this vector x1 is known as incoming vector. ഇനി ഞാൻ ഇവനെ വിളിക്കുന്ന പേര് ഇൻകമിംഗ് വെക്ടർ എന്നാണ്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഈ S3 ഇല്ലേ, ഈ S3യുടെ ഇപ്പുറത്ത് അടുത്തൊരു സെക്ഷൻ കൊണ്ടുവരിക, തീറ്റ. തീറ്റയുടെ ഫോർമുല XB ഡിവൈഡഡ് ബൈ, XB എന്ന് പറഞ്ഞാൽ ബേസിക് വേരിയബിൾ അല്ലേ, XB ഡിവൈഡഡ് ബൈ നമ്മളുടെ ഇൻകമിംഗ് വെക്ടർ ആണ്. ഇൻകമിംഗ് വെക്ടർ ഇവിടെ ഏതാണ്? x1 അല്ലേ ഇവിടുത്തെ ഇൻകമിംഗ് വെക്ടർ. x1 അല്ലേ ഇൻകമിംഗ് വെക്ടർ. നമ്മൾ x1ന്റെ അടുത്തല്ലേ മാർക്ക് ചെയ്തേക്കുന്നത് ഇൻകമിംഗ് വെക്ടർ എന്ന്. സോ XB ഡിവൈഡ് ബൈ x1 ആണ്. അപ്പൊ XB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ ഈ കേസിൽ. ഈ റോ മൊത്തത്തിൽ നോക്കിയേ, ഇവിടുത്തെ XB എത്രയാണ്? 2 അല്ലേ. 2 ഡിവൈഡ് ബൈ x1 എത്രയാണ്? 1 അല്ലേ. സോ 2 ഡിവൈഡ് ബൈ 1 എന്ന് വരും. ലൈക്ക്വൈസ് ഇവിടെ ആകുമ്പോൾ 10/5 എന്ന് പറയും. XB ബൈ x1 അല്ലേ, 10/5 എന്ന് വരും. താഴെ 12/3 എന്ന് വരും. ഞാൻ ഇവിടെ നിന്നാണ് ഈ സാധനം എടുത്തേക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. 2/1 will be 2, 10/5 will be 2, 12/3 will be 4. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളൊന്നും ചെയ്തില്ല. ഇൻകമിംഗ് വെക്ടർ ലീസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം ഇൻകമിംഗ് വെക്ടർ എടുത്തു. അതിനുശേഷം തീറ്റ കണ്ടെത്തി. തീറ്റയുടെ ഫോർമുല XB ബൈ x1 എന്നായിരുന്നു. തീറ്റയും കണ്ടെത്തി. സിമ്പിൾ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോക്കേണ്ടത് ഈ XB ഇല്ലേ, XB അല്ല തീറ്റ. ഈ തീറ്റയിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കണം. തീറ്റയിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2 അല്ലേ തീറ്റയിലെ ഏറ്റവും ചെറിയ നമ്പർ. 2 to 4 അല്ലേ തീറ്റ വാല്യൂസ്, അതിൽ ഏറ്റവും ചെറുത് 2. ഈ 2ൽ ഏതെങ്കിലും ഒരു 2 എടുക്കുക. അപ്പൊ 2 2 ഉണ്ട് നമ്മളെ. നമ്മൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു 2 സെലക്ട് ചെയ്യുക. ആ 2ൽ നിന്ന് പുറത്തേക്കൊരു വര എടുക്കുക. ഓക്കെ, ഇവനെ പറയുന്ന പേരാണ് ഔട്ട് ഗോയിങ് വെക്ടർ. മനസ്സിലായി എന്ന് കരുതുന്നു. ഔട്ട് ഗോയിങ് വെക്ടർ എങ്ങനെ കിട്ടിയെന്ന്. ഒന്നുമില്ല, തീറ്റയിലുള്ളതിൽ സ്മോളസ്റ്റ് നമ്പർ എടുത്തു. ഇവിടെ 2 2 ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു 2 റാൻഡം ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായല്ലോ.
സോ ഈ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സിംപ്ലക്സ് ടേബിളിനെ ഒന്നും കൂടെ റീഡ്രോ ചെയ്യണം. എങ്ങനെയാണ് റീഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ S1 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് വെക്ടർ ആണ് അല്ലെ? സോ അവൻ പുറത്തു പോകണം. x1 എന്ന് പറയുന്നത് S1 ആണ് ഔട്ട് ഗോയിങ് വെക്ടർ. S1 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് വെക്ടർ ആണ്. x1 എന്ന് പറയുന്നത് ഇൻകമിങ് വെക്ടർ ആണ് അല്ലെ? അപ്പം S1 എന്ന് പറഞ്ഞ സാധനം ഈ ബേസിക് വേരിയബിളിൽ നിന്ന് പുറത്തു പോകണം. അവിടെ പകരം x1 വരണം. സോ ഞാൻ S1 മാറ്റിയിട്ട് x1 എഴുതുകയാണ്. മനസ്സിലായെന്ന് കരുതുന്നു. സോ ആ ഔട്ട് ഗോയിങ് വെക്ടർ പുറത്തുപോയി, ഇൻകമിങ് വെക്ടർ ആയ x1 അകത്ത് കയറി. ബാക്കിയുള്ള S2 S3 അതേപോലെ എഴുതുക. ഓക്കെ, അതിനുശേഷം കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾ എപ്പോഴും CJ വാല്യൂസിൽ നിന്ന് വേണം എഴുതാൻ. സോ CJ വാല്യൂസിലെ കോഎഫിഷ്യൻസ് എത്രയൊക്കെയാണ്? 5 സോറി x1 ന്റെ കോഎഫിഷ്യന്റ് 5 തന്നെയാണ്, ശരിയാണ്. S2 ന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. S3 യുടെ കോഎഫിഷ്യന്റ് 0 ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. x1 ന്റെ കോഎഫിഷ്യന്റ് CJ മെട്രിക്സിൽ, അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യന്റ് 5 ആണ്. അതാണ് എപ്പോഴും നമ്മൾ ബേസിക് വേരിയബിൾ കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിളുമായിട്ട് എഴുതുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അതിനുശേഷം ചെയ്യേണ്ടത് ഈ ഇൻകമിങ് വെക്ടറും ഔട്ട് ഗോയിങ് വെക്ടറും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടെത്തുക. ഇവിടെ ഇൻകമിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ x1 നെ മുകളിലോട്ട് വരച്ചു, ഔട്ട് ഗോയിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ S1 ന്ന് സൈഡിലോട്ട് വരച്ചു. ഇവ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണെന്ന് നോക്കുക. x1 ഈ 1 വെച്ചാൽ ഇവ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത്, ആ 1 വെച്ചാണ് അവ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് അല്ലെ? ഈ എലമെന്റ് ഇല്ലേ, ഞാനിപ്പോ വട്ടമിട്ട ഈ എലമെന്റിനെ 1 ആക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് ഓൾറെഡി 1 ആണ്, അതുകൊണ്ട് ചേഞ്ച് ഒന്നും വരത്തില്ല. ഇത് 1 അല്ലായിരുന്നെങ്കിൽ ആ എലമെന്റിനെ 1 ആക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ ഇത് 1 ആയതുകൊണ്ട് ഒരു ചേഞ്ചും ഇല്ല. ഈ റോ ഇല്ലേ, ഇപ്പം നമ്മൾ ഈ S1 എന്ന് പറയുന്ന ആ റോ അതേപോലെ എടുത്ത് എഴുതുകയാണ് അടുത്ത സ്റ്റെപ്പ്. സോ അത് അതേപോലെ എഴുതിയാൽ എത്ര വരും? 2 സ്റ്റെപ്പ് 1 2 അതേപോലെ വരും 1 1 1 0 0. അത് അതേപോലെ വരും. കാരണം ഈ രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്തത് 1 ആയിരുന്നുകൊണ്ടാണ്. ഇത് 1 അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ 1 ആക്കണം. ഈ എലമെന്റിനെ 1 ആക്കണം. ഈ എലമെന്റിനെ 1 ആക്കാൻ വേണ്ടി ഇപ്പൊ 5 ആയിരുന്നെങ്കിൽ ആ ഇക്വേഷനെ മൊത്തത്തിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ. ഇത് ആൾറെഡി 1 ആയതുകൊണ്ട് ഒരു ചേഞ്ചും ഇല്ല, അത് അതേപോലെ എഴുതിയാൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ എലമെന്റ് 3 ആയിരുന്നെങ്കിൽ ഈ ഇക്വേഷനെ മൊത്തത്തിൽ, അതായത് XB X1 X2 S1 S2 S3 ഇതിനെല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ. നമുക്ക് ഡിവൈഡ് ചെയ്തതിനെ 1 ആക്കണം, അത്രയും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നോക്കിയേ, ഇപ്പൊ ഈ 1 നമ്മൾ സെലക്ട് ചെയ്തു, നമ്മളുടെ പിവറ്റ് എലമെന്റ് സെലക്ട് ചെയ്തു. ഇതിന് താഴെയുള്ള എലമെന്റ്സ് ഇല്ലേ, ഈ താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഈ 5നെയും 3നെയും 1 0 ആക്കേണ്ടത്. ആദ്യം ഞാൻ 5നെ 0 ആക്കാം. ശ്രദ്ധിക്കുക, ഈ 5 ഉൾപ്പെടുന്നത് ഒരു ഇക്വേഷനിലാണ്. അതിന്റെ കോഎഫിഷ്യൻസ് ആണ് ഈ 10 5 2 0 1 0. അത് മൊത്തത്തിൽ എന്താണ്, ഒരു ഇക്വേഷന്റെ പാർട്ടാണ്. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് 5ന് വരുത്തണമെങ്കിൽ ആ ഇക്വേഷനെ മൊത്തത്തിൽ ചേഞ്ച് വരുത്തണം. ഞാനെന്താ പറഞ്ഞ, 5നെ 0 ആക്കണമെന്നാ പറഞ്ഞത്. 5നെ 0 ആക്കാൻ ഉപയോഗിക്കേണ്ട ഓപ്പറേഷൻ R2 changes to, അതായത് റോ 2ന് ചേഞ്ച് വരുത്തണം. R2 changes to R2 minus 5R1. ഈ റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് വേണം R2നെ 0 ആക്കാൻ. അപ്പൊ R2 changes to R2 minus 5R1. ഇനി നോക്കിയേ, R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ? സോ 10 minus 5R1, അതായത് 5 times R1. 5 into R1 എത്രയാണ്? R1 is 2. മനസ്സിലായെന്ന് കരുതുന്നു. അതേപോലെ തന്നെ അടുത്ത ഇക്വേഷൻ 5 minus 5 times R1. R1 അവിടെ 1 അല്ലേ? അടുത്ത ഇക്വേഷൻ എങ്ങനെ വരും? R2 changes to, R2 എത്രയാണ് അവിടെ? 2 അല്ലേ? 2 changes to R2 changes to R2 minus 5 times R1.
അതേപോലെ അടുത്ത റോ എങ്ങനെ വരും? 0 മൈനസ് R2 മൈനസ് 5 ടൈംസ് R1 അല്ലേ? അപ്പൊ 5 ഇൻറ്റു 1. അടുത്തത് 1 മൈനസ് 5 ടൈംസ് 0, 0 മൈനസ് 5 ടൈംസ് 0 എന്ന് വരും. ഓപ്പറേഷനിലുള്ള R2 ചേഞ്ചസ് ടു, അതായത് റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 5 R1. ആ ഓപ്പറേഷൻ വെച്ചാലേ ഒന്നിന് താഴെയുള്ള 5നെ 0 ആക്കാൻ കഴിയത്തുള്ളൂ. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം റോ 2ന്റെ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. റോ 2ന്റെ വാല്യൂസ് എങ്ങനെ വരും? 10 മൈനസ് 5 ഇൻറ്റു 2 എത്ര വരും? 0 എന്ന് തന്നെ വരും. 0 തന്നെ വരും. 5 മൈനസ് ഇതും 0 തന്നെ വരും. 2 മൈനസ് 5 എത്ര വരും? -3 വരും. 0 മൈനസ് 5 -5 വരും. 1 മൈനസ് 0 1 വരും. ഇവിടെ 0 വരും. സോ റോ 2ന്റെ വാല്യൂസ് ചേഞ്ച് വന്നത് എത്രയൊക്കെയാണ്? 0 0 0 -3 -5 1 0 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി S3യിലേക്ക് പോവാം. S3 ഇനി ഞാൻ എന്താ പറഞ്ഞു? ഈ 1ന് താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ 1ന് താഴെയുള്ള വേറെ എലമെന്റ് ആണ് 3 അല്ലെ? ഇനി 3യെ 0 ആക്കണം യൂസിങ് റോ 1. അപ്പൊ എങ്ങനെ വരും? റോ 3 ചേഞ്ചസ് ടു തേർഡ് റോ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ്? റോ 3 മൈനസ് അതിനെ 0 ആക്കല്ലേ വേണ്ടത്? 0 ആക്കണമെങ്കിൽ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യല്ലേ വേണ്ടത്? സോ 3 ടൈംസ് R1 എന്ന് വരും. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ആ ഓപ്പറേഷൻസ് ചെയ്യാം. S3 നേരത്തെ പോലെ തന്നെ 0 ആണ്, സംശയമൊന്നുമില്ല. ഇനി R3 ചേഞ്ചസ് ടു, അതായത് 12 ചേഞ്ചസ് ടു 12 മൈനസ് R3 മൈനസ് 3 ടൈംസ് R1. 3 ടൈംസ് R1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. R3 ചേഞ്ചസ് ടു, R3 എന്ന് പറഞ്ഞാൽ അവിടെ 3 അല്ലേ? 3 മൈനസ് 3 ഇൻറ്റു R1, 3 ഇൻറ്റു റോ 1. 3 ഇൻറ്റു റോ 1ലെ എലമെന്റ് എത്രയാണ്? 1 അല്ലേ? ലൈക്ക് വൈസ് 8 മൈനസ് R3 മൈനസ് 3 ടൈംസ് R1 വിച്ച് ഈസ് 1. ഇവിടെ എങ്ങനെ വരും? R3 ചേഞ്ചസ് ടു 0 മൈനസ് 3 ടൈംസ് 1. ഇവിടെ 0 മൈനസ് 3 ടൈംസ് 0. ഇവിടെ എങ്ങനെ വരും? 1 മൈനസ് 3 ടൈംസ് 0 എന്ന് വരും. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 12 മൈനസ് 3 ഇൻറ്റു 2. 12 മൈനസ് 3 ഇൻറ്റു 2 എത്രയാണ്? 3 ഇൻറ്റു 2 6 ആണ്. 12 മൈനസ് 6 it will be 6. 3 മൈനസ് 3 0. 8 മൈനസ് 3 5. 0 മൈനസ് 3 മൈനസ് 3. This will be 0 and this will be 1. സോ ഇങ്ങനെ വരും. നെക്സ്റ്റ് അടുത്ത എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ എന്താ പറഞ്ഞു? ഇതെല്ലാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ZJ കാണുക. ഓക്കെ, ZJ കാണാൻ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞു തന്നിരുന്നത്? ZJ കാണാൻ 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 ഇങ്ങനല്ലേ പറഞ്ഞത്? എങ്ങനെ വരും? 5 ഇൻറ്റു 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 അല്ലെ? അതേപോലെ അടുത്ത എലമെന്റ് കാണാൻ വേണ്ടി എങ്ങനെയാണ്? 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു -3 പ്ലസ് 0 ഇൻറ്റു 5. അപ്പൊ എങ്ങനെ വരും? 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു -3 പ്ലസ് 0 ഇൻറ്റു 5 എന്ന് വരും. അടുത്ത എലമെന്റ് അതേപോലെ എങ്ങനെ വരും? 5 ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു -5 പ്ലസ് 0 ഇൻറ്റു -3 എന്ന് വരും. അടുത്ത എലമെന്റ് 5 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. ലൈക്ക്വൈസ് 5 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 എന്ന് വരും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എലമെന്റ്സ്. നമുക്കൊന്ന് പ്രോപ്പർ ആയിട്ട് ടേബിളിലേക്ക് മാറ്റാം. സോ ZJയുടെ വാല്യൂ എങ്ങനെ വരും? 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 എത്ര വരും? 5 ഇൻറ്റു 1 5 ആണ്. എങ്ങനെ വരും? 5 എന്ന് വരും. ലൈക്ക്വൈസ് ഈ ഓപ്പറേഷൻ 5 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു -3 പ്ലസ് 0 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര വരും? 5 എന്ന് വരും. അതേപോലെ ഇതും 5 എന്ന് വരും. These two things will be 0. ജസ്റ്റ് ആ ഓപ്പറേഷൻ ചെയ്ത് നോക്കുക.
55500 എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇസഡ് ജെ വാല്യൂ. ഇനി സി ജെ വാല്യൂ എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സി ജെ വാല്യൂ എപ്പോഴും നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിലെ വേരിയബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ട് സാധനം 53000. അത് അതേപോലെ എഴുതുക 53000. ഇനി ഞാൻ എന്താ പറഞ്ഞു, ഇസഡ് ജെയും സി ജെയും കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെൽറ്റ ജെ ആണ്. ഡെൽറ്റ ജെ ഈസ് നത്തിങ് ബട്ട് ഇസഡ് ജെ മൈനസ് സി ജെ. 5 മൈനസ് 5 0. ജസ്റ്റ് നേരെ സബ്ട്രാക്ട് ചെയ്താൽ മതി. 5 മൈനസ് 5 0. 5 മൈനസ് 3 2. 5 മൈനസ് 0 5. 0 മൈനസ് 0 0. 0 മൈനസ് 0 0. സോ ഡെൽറ്റ ജെ കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്താ പറഞ്ഞത്, ഡെൽറ്റ ജെയിൽ എവിടെയെങ്കിലും നെഗറ്റീവ് സൈൻ ഉണ്ടോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഡെൽറ്റ ജെ നോക്കി 02500 അല്ലേ ഡെൽറ്റ ജെ, ഇതല്ലേ ഡെൽറ്റ ജെ. ഡെൽറ്റ ജെയിൽ എവിടെയെങ്കിലും നെഗറ്റീവ് സൈൻ ഉണ്ടോ? ഡെൽറ്റ ജെയിൽ നെഗറ്റീവ് സൈൻ ഇല്ല. സോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. രണ്ട് ഐട്രേഷൻസേ ഉള്ളൂ. സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതണം. സൊല്യൂഷൻസ് എഴുതണം. എങ്ങനെ സൊല്യൂഷൻസ് എഴുതണം നോക്കാം. x1നും ഈ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ടേബിൾ ഇല്ലേ, ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ സിംപ്ലക്സ് ടേബിളിലെ ബേസിക് വേരിയബിൾസ് നോക്കുക. x1 x2 x3 ഇവ മൂന്നിനുമാണ് വാല്യൂ ഉള്ളത്, വേറെ ഒന്നിനും വാല്യൂ ഇല്ല. അപ്പൊ ഇവ മൂന്നിനാണ് വാല്യൂ ഉള്ളത്. അപ്പൊ അത് എഴുതുക x1 s2 s3 ഇവയ്ക്ക് മൂന്നിനുമാണ് വാല്യൂ ഉള്ളത്. ഫൈനൽ സിംപ്ലക്സ് ടേബിളിലെ ബേസിക് വേരിയബിൾ നോക്കുക. അതിനുശേഷം xp വാല്യൂ, കറസ്പോണ്ടിങ് xp വാല്യൂ നോക്കുക. എത്രയാ വന്നേക്കുന്നത്? കറസ്പോണ്ടിങ് xp വാല്യൂ 2 അല്ലേ കറസ്പോണ്ടിങ് xp വാല്യൂ. അപ്പം x1ന്റെ വാല്യൂ 2 ആണ്. s2ന് കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് എത്രയാ വന്നേക്കുന്നത്? 0 അല്ലേ വന്നേക്കുന്നത്. കോഎഫിഷ്യന്റ് അല്ല, xb വാല്യൂ 0 അല്ലേ വന്നേക്കുന്നത്, 0. s3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6 അല്ലേ വന്നേക്കുന്നത്. സോ s3യുടെ വാല്യൂ 6 ആണ്. സോ ഇതാണ് നമുക്ക് വേണ്ട സൊല്യൂഷൻസ്. x1ന്റെ വാല്യൂ 2, s2ന്റെ വാല്യൂ 0, s3യുടെ വാല്യൂ 6. മനസ്സിലായി എന്ന് കരുതുന്നു. സോ സൊല്യൂഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്താ വേണ്ടത്? നമ്മളുടെ ഫംഗ്ഷൻ എന്താണ്? മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 3x2 അല്ലേ? ഇതല്ലേ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ ഒബ്ജക്റ്റീവ് ഇതല്ലേ. സോ എങ്ങനെ വരും? z ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്, z ഈസ് ഈക്വൽ ടു 5x1. 5x1 എന്ന് പറഞ്ഞാൽ 5 into x1. x1ന്റെ വാല്യൂ എത്രയാണ്? 2 പ്ലസ് 3 into x2. x2 നമുക്ക് സൊല്യൂഷൻസിൽ കിട്ടിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? x2 0 ആണെന്നല്ലേ. x2 സൊല്യൂഷൻസിൽ ഇല്ല. സോ 3 into 0. ഇത്ര മാത്രമേ ഉള്ളൂ. s1 s2 നമ്മളുടെ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ലായിരുന്നു. സോ എങ്ങനെ വരും? 5 into 2 plus 3 into 0 0 എന്ന് വരും. 5 into 10. സോ ഇതാണ് മാക്സിമം വാല്യൂ. മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി തന്നെ പോകണം, എന്നാൽ മാത്രമേ മനസ്സിലാവൂ.